അപ്പോ ഇതാണ് അപ്പുമാഷിന്റെ മോളല്ലേ? തഞ്ചാവൂർ ഷൺമുഖം പിള്ളയുടെ ശിഷ്യ. കൊള്ളാം. എന്നാ തുടങ്ങല്ലേ? ഉവ്വ്. എന്നാ നേരം കളയാണ്ട് അമ്പലത്തിലേക്ക് ഇറങ്ങാം. അമ്പലത്തിലല്ല, നൃത്തം എവിടാ നടക്ക? ഇവിടെ. ഈ മംഗലശ്ശേരിയുടെ പൂമുഖത്ത് കാണാൻ നീലകണ്ഠൻ മാത്രം. പിന്നെ ഇവൾ അതിശയിച്ചിറക്കി വിട്ട എന്റെ കൂട്ടുകാരും. എന്താ മനസ്സിലായില്ലേ? പറഞ്ഞത് അമ്പലത്തിലെ പാട്ടുപുര. ആ, പലതും പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോഴെന്താ പറയുന്നെന്ന് വെച്ചാ അതനുസരിക്കുക. താമസിക്കണ്ട. കൂടുതൽ സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതെ, ചതിയും കള്ളവും എല്ലാം ഞാൻ പ്രയോഗിക്കും. വേണ്ടി വന്ന കരുത്തും. എന്റെ വിജയത്തിന് വേണ്ടി. ചില കളികള് ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രമാ കളിക്കണേ. നിർബന്ധ ബുദ്ധി കാട്ടരുത്. പഠിത്തം കഴിഞ്ഞു വന്ന എന്റെ മോളുടെ അരങ്ങേറ്റാ ഇന്ന് നടക്കേണ്ടത്. അത് ഇങ്ങനൊരു ചുറ്റുപാടിൽ അലങ്കോലായാൽ മോളുടെ ഭാവിയെക്കുറിച്ച് ആദ്യമുള്ള ഒരച്ഛൻ പറയുന്നതാണ്. പ്രസംഗിക്കണ്ട. ഭാവം വളരെ ചീത്തയാണ്. സ്വരൂപം പുറത്തെടുക്കാൻ അവസരം ഉണ്ടാക്കണ്ട. നിങ്ങളുടെ ഭീഷണിക്ക് ഞാൻ വഴങ്ങിയില്ലെങ്കിലോ? നൃത്തം ചെയ്യാൻ എനിക്ക് വയ്യാന്ന് പറഞ്ഞാൽ? വയ്യാന്ന് നീ പറയില്ല. പറഞ്ഞ നൃത്തം മാത്രമാവില്ല, ഞാൻ നിന്നെ കൊണ്ട് ചെയ്യിക്ക. 5100 റുപ്യ നിന്റെ തന്ത വാങ്ങിക്കൊണ്ട് പോയത്. അത് മുതലാക്കാതെ ഒന്നിനെ ഈ പടിപ്പുരയ്ക്ക് പുറത്തേക്കാൻ വിടില്ല. ഇത് നീലകണ്ഠനാ. വെറും വാക്ക് പറയുന്ന ശീലം എനിക്കില്ല. പണം വാങ്ങിച്ചു എന്നുള്ളത് നേരാ. അത് ചോദിച്ചാൽ തിരിച്ചു തരാൻ എന്റെ ഇല്ലതാനും. വേണമെങ്കിൽ എന്റെ ജീവൻ എടുത്തോളൂ. എന്നാലും എന്റെ മോളെ ഞാൻ തയ്യാറാണ്. അങ്ങനെ വഴിക്കുവാ. കുറുപ്പേ, ആട്ടവിളക്ക് കത്തിക്ക. മതി മതി, ഇത്രയും മതി. മിടുക്കി, തകർത്ത് കളഞ്ഞു. ജയിച്ചു അല്ലേ? അങ്ങനല്ലേ പാടുള്ളൂ. അതെ, വലിയ ആളല്ലേ നിങ്ങൾ. പേര് കേട്ട അച്ഛന്റെ പേര് കേട്ട മകൻ. ഞാനാരാ? നിസ്സാരയായ ഒരു പെണ്ണ്. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, എന്റെ ഉള്ളിലുണ്ട് ചെറിയ ചില ജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ്. അതിനെനിക്ക് തൃപ്തിപ്പെടുത്തിയേ പറ്റൂ. നിങ്ങളെപ്പോലെ രാഭാസന്റെ മുന്നിൽ ചിലങ്ക കെട്ടി ആടിയപ്പോ കളങ്കപ്പെട്ടത് ദൈവദത്തമായൊരു കലയാണ്. എന്റെ കാലുകൾക്ക് ഇനി ഈ ചിലങ്ക ഇടാനുള്ള യോഗ്യതയില്ല. ഉള്ളിൽ 1000 മുള്ളു കുത്തിയിറങ്ങുന്ന വേദനയിലും എനിക്ക് സന്തോഷിക്കാൻ ഞാനിതിവിടെ ഉപേക്ഷിക്കുകയാണ് എന്നേക്കുമായി. എന്തിനായിരുന്നു നീല ഈ ഒരു ശാപം കൂടെ ഏറ്റുവാങ്ങിയത്? ആ കുട്ടിയുടെ കണ്ണീന്ന് ഒരു തുള്ളി ഇറ്റി വീഴുമ്പോ ഓർത്തോളൂ, അതൊരു പ്രളയത്തോളം പെരുകും. മംഗലശ്ശേരിയിലെ മേൽക്കൂരയ്ക്ക് ആകാശം മുട്ട ഉയരില്ല. കുഴപ്പമായി. എന്താടോ? കല്ലൻ ചാക്ക് സിയെ ചെറിയാൻ പൊക്കി. ആരോ ഒറ്റിയതാ. മഫ്തിയിലാ വന്നേ. സർക്കിൾ ഓഫീസിലേക്കാ കൊണ്ടുപോയിരിക്കുന്നത്. ചെറിയാനല്ലെങ്കിലും നമ്മളോടത്ര സുഖത്തിലല്ലോ. നീ SI മധുരന്ന് വിളി. തല്ലും ചവിട്ടും കിട്ടുമ്പോ അവനുള്ള സത്യം പറയില്ലേ?
ഹലോ ഹലോ പോലീസ് സ്റ്റേഷനല്ലേ? ആ ആ ഞാനാ നീലകണ്ഠൻ, എസ് ഐ അല്ലേ? ആ ഉവ്വ. ഓഹോ, സബ് ജയില. ആ ശരി, അങ്ങനെയാ. റിമാൻഡില്ല, സബ് ജയില്. അവിടം വരെ പോണം, വണ്ടി റെഡിയാക്ക്. അവൻ കുറ്റം ഏറ്റിരിക്കുക. ചതയ്ക്കാൻ ഇനി 1 ഇഞ്ച് സ്ഥലം ശരീരത്ത് ബാക്കിയില്ല മുതലാളി. ഈ തടി പോക്ക. ഇനി ഇതുകൊണ്ട് ജോലി എടുത്ത് കഴിയാവും തോന്നുന്നില്ല. എന്ത് സഹായത്തിനും ഞാൻ പുറത്തുണ്ട്, പേടിക്കണ്ട. എന്നങ്ങനെ ഒരു വാക്ക് പറഞ്ഞോണ്ടായില്ലോ സാറേ. പിന്നെ വളച്ചു കെട്ടാതെ കാര്യം ഞാനങ്ങ് പറയാം. ഒരു തുക കൈ കിട്ടണം. പെണ്ണും പിള്ളേരും പട്ടിണി ആയിരുന്നല്ലോ. എന്താ വേണ്ട? 5 ലക്ഷം. ഇതിലൊരു പേശൽ വേണ്ട. എന്റെ അളിയൻ വരും, തുക അവന്റെ കിട്ടണം. അതിനെന്തെങ്കിലും മാറ്റം വന്നാ ഉള്ള സത്യം കോടതിയിൽ തുറന്നു പറഞ്ഞ് ഞാൻ തടിയൂരിയെടുക്കും. ഈ 5 എന്നൊക്കെ പറയുന്നത് മുതലാളിക്കൊരു തുകയാണോ? ഏറ്റു. അവൻ സന്ദർഭം മുതലെടുക്കുകയാണ്, കള്ളപ്പന്നി. ഇനി അത് നോക്കണ്ട, പെട്ടുപോയില്ലേ. എങ്ങനെയെങ്കിലും തലയൂരി എടുക്കുകയാണ് ഇപ്പൊ വേണ്ടത്. 5 ലക്ഷം. മേലേടത്തെ പറമ്പ് അല്ലേ വരേ? ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആരുടെ അടുത്താ കാശ് തരാണ്ടാവുക? ഓരോരുത്തരെയും കൈ അയച്ച് സഹായിക്കുമ്പോ ഞാൻ പണ്ടേ പറയാറില്ലേ, നമുക്കൊരാപത്ത് വരുമ്പോ ആരും ഉണ്ടാവില്ലാന്ന്. ഇപ്പൊ അനുഭവത്തിൽ വന്നില്ലേ? താൻ പുരാണം വിളമ്പാതെ പറമ്പിന് ഒരാളെ പറയടോ. കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കാൻ നിങ്ങളൊക്കെ ഒന്ന് വാതുറക്ക്. ആളെന്ന് വെച്ചാ ഇപ്പൊ റെഡി ക്യാഷ് കയ്യിലുള്ള ഒരാളേ ഉള്ളൂ, വീരാൻകുട്ടി. അവനോ? അതാ സത്യം. നാണക്കേട് ഓർക്കണ്ട. വേറൊരു വഴിയില്ലാത്തോണ്ടാ അവനെ തന്നെ കാണാം. ഞാനൊന്ന് സൂചിപ്പിച്ചിരുന്നു. ഇടനിലക്കാരൊന്നുമില്ലാതെ നീലൻ തന്നെ നേരിട്ട് വന്ന് സംസാരിക്കണമെന്നാ അവൻ പറഞ്ഞത്. മനസ്സിലായി. വേറൊരു വഴിയില്ല അല്ലേ വരേ? ഇല്ല, സമയവും നമ്മുടെ കയ്യിൽ കുറവാ. എനിക്ക് ഇങ്ങളോട് ഒരു അലോഹ്യല്ല എന്നെ. ഇങ്ങളെ കൊണ്ട് അന്ന് അങ്ങനെ പറയിപ്പിച്ചതും ഇന്ന് ഇവിടെ ഇങ്ങനെ ഇരുത്തിച്ചു എല്ലാം പടച്ചോന്റെ ഒരു കളി. എന്നാ ഞാൻ എന്റെ വില അങ്ങ് പറയാം. എന്താ വരേ? ഒരു 6 ഉറുപ്പ്യക്കാണെങ്കിൽ ഞാൻ എടുത്തോളാം. വീരാൻകുട്ടി, അത് വല്ലാണ്ട് കുറവല്ലേ? സെന്റിന് ഒരു... എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. സമ്മതമാണെങ്കിൽ കച്ചവടം ഉറപ്പിക്കാം. ഫുൾ ക്യാഷ് ഇപ്പൊ തന്നെ കൈത്തരും. വീരാൻകുട്ടി മുമ്പ് പറഞ്ഞത്... മുമ്പ് പറഞ്ഞാലേ നിങ്ങളും മാറ്റിയില്ലേ. അതിൽ കൂടുതൽ വില ഞാൻ കാണുന്നില്ല. വരേ? ഓ, അത് ഉറപ്പിച്ചോളൂ. നീല പറഞ്ഞ പോലെ ചെയ്യൂ. എന്നാ അങ്ങനെ തന്നെ. പാപ്പാ, അതിങ്ങോട്ട് എടുത്തോളി. ഫുൾ ക്യാഷാ. അതാ വീരാൻകുട്ടിയുടെ കച്ചവടം. എഴുതിക്കിലോ അളക്കിലോ ഒക്കെ നമുക്ക് വഴിയെ നടത്താം. എന്താ വരേ? വാപ്പാ, നിങ്ങൾ തന്നെ അത് മേനോൻകുട്ടിയുടെ കയ്യിലങ്ങോട്ട് കൊടുത്തേക്ക്. വരേ?